BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. Desire Colorical Bazaar near Private Bus Stand, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Royal The Complete Family Shopping near Private Bus Stand, തൊടുപുഴ. ഹെഡ്ജ് വെൽത്ത് മാനേജ്മെന്റ് സർവീസസ്. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. ഫോർഡ് വാഹനങ്ങളുടെ അംഗീകൃത ഡീലറായ മലയാള ഫോർഡ് 5 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഇപ്പോഴിതാ തൊടുപുഴയിലും. അത്തിക്കൽ ആർക്കേഡ്, 4 ലൈൻ ബൈപ്പാസ്, തൊടുപുഴ. കെയർവെൽ ഡെന്റൽ ക്ലിനിക് ആൻഡ് റൂട്ട് കനാൽ സെന്റർ, ഗ്രൗണ്ട് ഫ്ലോർ, എലീസ പ്ലാസ, മങ്ങാട്ടുകവല, തൊടുപുഴ. ഫോൺ 8304816190. വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. Malabar Gold and Diamonds. Celebrate the beauty of life. ആരായി ഗായത്രി? ഗായത്രി തൊടുപുഴയിലാ. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. Super Featherlight Wedding Silk Collections for the Young India from Kalyan Silks. ചെറിയൊരു തുക റിലയൻസിൽ നിക്ഷേപിക്കൂ. ഇതുപോലെ നിങ്ങളുടെ സമ്പാദ്യവും ഇരട്ടിയാകട്ടെ. റിലയൻ ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ്, പുളിമൂട്ടിൽ ബിൽഡിംഗ്, ഫസ്റ്റ് ഫ്ലോർ, D11, ഓപ്പോസിറ്റ് കളരിക്കൽ ബസാർ, പാലാ റോഡ്, തൊടുപുഴ. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൌസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം, ഓപ്പോസിറ്റ് റെസ്റ്റ് ഹൌസ്, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. പ്രസിദ്ധ സിനിമാ താരം ഗായത്രി സുരേഷ് ഏപ്രിൽ 13 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നു. എല്ലാവിധ പാർട്ടി ഓർഡറുകളും ഹോം ഡെലിവറി സൗകര്യവും. ആര്യാസ് വെജിറ്റേറിയൻ AC ഫാമിലി റെസ്റ്റോറന്റ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുന്നു. ദുഃഖ വെള്ളിയാഴ്ച വിവിധ കേന്ദ്രങ്ങളിൽ കുരിശിന്റെ വഴി നടക്കും. വീണ്ടും ഒരു വിഷു വന്നെത്തി. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി വിഷുക്കണിയുമായി മലയാളികൾ. വണ്ണപ്പുറത്ത് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനും പാർട്ടി പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനുമെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു.
തൊഴിലാളി വിരുദ്ധ നിലപാടിലും കയ്യേറ്റക്കാരെയും റിയൽ എസ്റ്റേറ്റ് മാഫികളെയും സംരക്ഷിക്കുന്നതിലും പ്രതിഷേധിച്ച് CPM-ൽ നിന്നും CAT-യിൽ നിന്നും രാജിവെക്കുന്നതായി പെമ്പിളെ ഒരുമ മുൻ നേതാവ് ഗോമതി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി മ്രാല സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് പള്ളിയിൽ നടന്ന കാൽകഴുകൽ ശുശ്രൂഷയിൽ വികാരി ഫാദർ എബ്രാഹിം പാറേടിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഷാജി കണിയാമ്പറമ്പിൽ സഹകാർമ്മികത്വവും വഹിച്ചു. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമറയിൽ ചുറ്റി മെശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി. വിനയത്തിൻ മാതൃക നൽകാൻ സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാൻ സകലേശൻ ദാസന്മാരുടെ പാദങ്ങൾ കഴുകി. ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവമായ വിഷു വരവായി. ഒപ്പം ലാഭനഷ്ടങ്ങളുടെ ഒരു വർഷവും കടന്നുപോകുന്നു. പുതുവർഷത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കാം. മനസ്സിൽ ഉണ്ണിക്കണ്ണന്റെ രൂപവും കയ്യിൽ കൊന്നപ്പൂക്കളുമായി കണി കൊണ്ടുണരുന്ന പുലരി BBC ന്യൂസ് പ്രേക്ഷകർക്ക് സമ്പൽ സമൃദ്ധിയുടെ ഒരു പുതുവർഷം ആശംസിക്കുന്നു. വണ്ണപ്പുറത്ത് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം MK സോമൻ അധ്യക്ഷത വഹിച്ചു. വൈദ്യുത വകുപ്പ് മന്ത്രി MM മണി മുഖ്യപ്രഭാഷണം നടത്തി. KP മേരി, G സുരേഷ് കുമാർ, ജിജോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോർപ്പറേറ്റ് മാധ്യമങ്ങൾ കേരളത്തിലെ സ്ഥാപിത താല്പര്യക്കാർ അവരെല്ലാം കൂടി ഒത്തുപിടിച്ച് ഇവിടെ ഒരു രണ്ടാം വിമോചന സമരത്തിന് വട്ടം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിനെ അസ്ഥിരീകരിക്കുക എന്നതാണ് RSSന്റെ ലക്ഷ്യം. അതിനുവേണ്ടി കേന്ദ്രഭരണത്തിന്റെ തണലിൽ RSS ഇവിടെ പ്രവർത്തിക്കുകയാണ്. അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നത്. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനും പാർട്ടി പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനുമെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മുഖത്തു നോക്കി ആത്മവിശ്വാസത്തോടെ ഏറാൻ മൂളുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സമീപനം
ആ സമീപനം ഞങ്ങളെ ഒന്നുകൂടി ശക്തരാക്കാനേ ഉപകരിക്കുകയുള്ളൂ എന്ന് മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ സംഭവത്തോടു കൂടി ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഒന്നുകൂടെ അലോട്ടായി. കാരണം ഇത് ബ്രിട്ടീഷ് പട്ടാളക്കാരന്റെ ഷൂസിന് മുമ്പിൽ അടിപതറാതെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ ചുണക്കുട്ടികളായിട്ടുള്ള സഹപ്രവർത്തകരാണ്. അവരെ വെറുതെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ ഒരു ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ ഞങ്ങൾക്ക് പേടിച്ച് പൊയ്ക്കളയുമെന്നാണ് സ്ഥിതിയെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാ നിനക്ക് തെറ്റി. ഇപ്പൊ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഈ പണി വെറും മൂന്നാംകിട രാഷ്ട്രീയത്തിൽ മാത്രം എഴുതിച്ചേർക്കാൻ കഴിയുന്ന പണിയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഇടുക്കി ജില്ലയിൽ ഇത്തരത്തിലുള്ള പണികളുമായി വന്നാൽ അതിനെതിരായി വരുന്ന കാലഘട്ടങ്ങളിൽ അതിശക്തമായി പരിഹരിക്കേണ്ടി വരുമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ഇതോടുകൂടി ആത്മവിശ്വാസം തകർത്തെറിഞ്ഞ് അവരെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാമെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി വിചാരിക്കുന്നതെങ്കിൽ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ വെങ്കല്ലൂരിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതിശക്തമായ തിരിച്ചടി കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, നഗരസഭ വൈസ് ചെയർമാൻ TK സുധാകരൻ നായർ, CP മാത്യു, NI ബെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊഴിലാളി വിരുദ്ധ നിലപാടിലും കയ്യേറ്റക്കാരെയും റിയൽ എസ്റ്റേറ്റ് മാഫികളെയും സംരക്ഷിക്കുന്നതിലും പ്രതിഷേധിച്ച് CPM-ൽ നിന്നും CITU-വിൽ നിന്നും രാജിവെക്കുന്നതായി പെമ്പിളെ ഒരുമ മുൻ നേതാവ് ഗോമതി. CPM-ഉം CITU-യും തൊഴിലാളി വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണെന്നും ഗോമതി കുറ്റപ്പെടുത്തി. പെമ്പിളെ ഒരുമയിലേക്ക് താൻ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതായും അവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഗോമതിയോടൊപ്പം പെമ്പിളെ ഒരുമ വൈസ് പ്രസിഡന്റ് കൌസല്യയും പങ്കെടുത്തു. തീരുമാനിച്ചിട്ടാണ് ഈ പ്രസ് മീറ്റിംഗ് ഞാൻ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് CPM-ലിരുന്ന് ഞാൻ പൊമ്പളൂരുമ സമരത്തിൽ നേതൃത്വത്തിൽ വന്ന ആളാണ് ഞാൻ ഗോമതി. അതിനോട് വന്ന ആളാണ് ഞാൻ. പിന്നെ അതിൽ മത്സരിച്ച് ജയിച്ചു. പിന്നെ ഇവര് CPM-കാരെ അടുത്ത് വിളിച്ച് ചോദിച്ചായിരുന്നു, ഞങ്ങളുടെ കൂടെ മക്കൾ ഇങ്ങനെ വെച്ചിട്ട് തോട്ടം തൊഴിലാളികൾക്ക് ഭൂമിയും വീട് വെച്ച് തരാം, പിന്നെ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ തന്നെ നേരിട്ട് സംസാരിക്കുക. PFC-യിൽ ഒരു ലേഡിയെ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, അത് ഗോമതി ഞങ്ങൾ നോമിനേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ശരി, ഇവര് ഒരു ശക്തമായ ട്രേഡ് യൂണിയനാണ്, ഇവർ നല്ല പവറുള്ളവരാണ് എന്ന് വെച്ചിട്ടാണ് ഞാൻ CPM-ൽ പോയി ജോയിൻ ചെയ്തത്. പക്ഷേ ഞാൻ പോയി ചേർന്നിട്ട് 1 വർഷമായി. പക്ഷെ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി ഇവർ യാതൊന്നും ചെയ്തിട്ടില്ല, ഇതുവரைക്കും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ എന്താ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവര് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്കും കയ്യേറ്റക്കാർക്ക് വേണ്ടിയാണ് ഇവര് നല്ല സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇവർ തോട്ടം തൊഴിലാളിക്കും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇത്ര കാലം ചെയ്യാത്തവർ ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ കൊണ്ട് ഇവർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ CPM വിടാൻ തീരുമാനിച്ചു. മൂന്നാറിൽ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ദേവികുളം സബ് കളക്ടർ ശ്രീരാം വെങ്കട്ടരാമനെ CPM നേതാക്കൾ തടയുകയും ഭൂസുരക്ഷാ സേനാംഗത്തെ മർദ്ദിക്കുകയും ചെയ്തു. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ സബ് കളക്ടർ നിർദ്ദേശിച്ചിട്ടും അക്രമം നടത്തിയവരെ അറസ്റ്റ് ചെയ്യാൻ ദേവികുളം SI തയ്യാറായില്ല. ദേവികുളം MLA S രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ CPM പ്രവർത്തകർ തന്നെ കയ്യേറ്റം പൊളിച്ചു മാറ്റിയതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത്. അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന ദേവികുളം സബ് കളക്ടർ ശ്രീരാം വെങ്കിട്ടരാമനെ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചു. തൊടുപുഴ നഗരസഭ 23-ാം വാർഡ് സഭായോഗം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഉറുമ്പിപ്പാലം അംഗനവാടിയിൽ വെച്ച് നടക്കുമെന്ന് വാർഡ് കൌൺസിലർ രേണുക രാജശേഖരൻ അറിയിച്ചു. ഉപാസനയിൽ ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് രോഗപ്രതിരോധം പ്രകൃതി മാർഗത്തിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ സാബു ജോസഫ് പ്രഭാഷണം നടത്തുമെന്ന് ഡയറക്ടർ ഫാദർ കുര്യൻ പുത്തമ്പുരയ്ക്കൽ അറിയിച്ചു. കാഴ്സ് വിത്ത് മഹോത്സവത്തിന്റെ പന്തൽ നാട്ടുകർമ്മം നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ ഉദ്ഘാടനം ചെയ്തു. ആന്റണി കണ്ടിരിക്കൽ, N രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു.
മേടമാസത്തിലെ 10-ാം ഉദയത്തോടനുബന്ധിച്ച് നടത്തുന്ന വിത്ത് മഹോത്സവത്തിൽ ചക്ക ഉത്സവം, മാമ്പഴമേള, കാർഷിക പ്രദർശനം, പുഷ്പമേള എന്നിവ വിവിധ ദിവസങ്ങളായി നടത്തപ്പെടും. ഏപ്രിൽ 21 ആരംഭിക്കുന്ന വിത്തുത്സവം മെയ് 7 സമാപിക്കും. ദ്രോണാചാര്യ KP തോമസ് മാഷിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 20 മുതൽ വണ്ണപ്പുറം SNM VHS സ്കൂൾ ഗ്രൌണ്ടിൽ അത്ലറ്റിക് സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്യാമ്പ് വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസ് ഉദ്ഘാടനം ചെയ്യും. സ്പോർട്സ്, മെഡിക്കൽ, ന്യൂട്രീഷൻ, യോഗ ക്ലാസുകളും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബന്ധപ്പെടേണ്ട നമ്പർ 974 636 31 64 984 71 06 755. വാർത്താ സമ്മേളനത്തിൽ തോമസ് മാഷ്, PTA പ്രസിഡന്റ് M അജിത് കുമാർ, MPTA പ്രസിഡന്റ് ബീന എന്നിവർ പങ്കെടുത്തു. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന സമ്മർ കോച്ചിങ് ക്യാമ്പ് 20-ാം തീയതി അതൊന്ന് വയ്ക്കാനുള്ള കാരണം മുമ്പ് എത്തിയില്ല. നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 17-ാം തീയതി കോഴിക്കോട് വെച്ച്, 18-ാം തീയതി MA കോളേജ് വെച്ച്, 19 തിരുവനന്തപുരത്ത് സെൻട്രൽ 22-ാം തീയതി നമ്മുടെ കോളേജ്. അതിൽ 40 കുട്ടികളെ തെരഞ്ഞെടുക്കും. അതിൽ 20 കുട്ടികളെയാണ് മലയാളി കൗൺസിൽ. അതിന് ഫുൾ ചെലവ്. കാരണം ഇത് വലിയൊരു ദൗത്യമായിട്ടാണ് പറയുന്നത്. പ്രാഥമിക ഇതിന് വേണ്ടിയിട്ട് മാത്രം 10 ലക്ഷം രൂപ ചെയ്യുന്നു. ഒരു കുട്ടിക്ക് ഒരു വർഷം 1,80,000 രൂപ വരെ മുടക്കാൻ തയ്യാറാണ്. ഫോറിൻ കൊണ്ട് കോച്ചിങ് കൊടുക്കുക, ഒരു വണ്ടിയെതിരാണ് നമുക്ക് നമ്മുടെ സിന്തറ്റിക് പ്രാക്ടീസിലൂടെ പ്രാക്ടീസ് കൊടുക്കുക. അങ്ങനെ വലിയൊരു സംഘടന, അതിന് മൊത്തം മലയാളികൾ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ദൗത്യം ഉണ്ടാകും. നമ്മുടെ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ വിഷൻ 2020 പദ്ധതിയുണ്ട്. അതും ഇതുപോലെ തന്നെ ഒരു പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യത്തെ 2ാമത്തെ പദ്ധതിയാണ്. ഇതാണ് ഇടുക്കി ജില്ല എന്നുള്ളത് വലിയൊരു ജില്ലയാണ്. നമ്മൾ ഇടുക്കി മിഷൻ 2020 ഇടുക്കി ജില്ലയിൽ പിള്ളേർ മാത്രമാണ് എടുത്തത്. പക്ഷേ ഇതെല്ലാം കേരളത്തിൽ നിന്ന് നല്ല കുട്ടികൾ തന്നെ. നമ്മൾ 8-നും 14-നും ഇടയ്ക്കാണ് കൊച്ചു കുട്ടികൾ. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അവരെ വെച്ച് മുകളിലേക്ക് നമ്മൾ എത്ര കൊച്ചു കുട്ടികളാണ് നമുക്ക് വരുന്നത്. നമുക്ക് ആ ദൗത്യം നിറവേറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് എല്ലാ സ്ഥലത്തും വിട്ട് നിങ്ങളുടെ സഹകരണമാണ് ഞാൻ നടത്തുന്നത്. പൈങ്കുളത്ത് പ്രവർത്തിച്ചിരുന്ന കാത്തലിക് ശ്രീയം ബാങ്ക് നിർത്തലാക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. ലാഭകരമല്ല എന്ന കാരണം പറഞ്ഞ് തൊടുപുഴ ബ്രാഞ്ചിലേക്ക് ലയിപ്പിക്കാനാണ് അധികൃതരുടെ നീക്കം. അധികാരികളുടെ ശ്രമം ഉപേക്ഷിക്കുക. സിന്ദാബാദ് 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 ധർണ സമരം സിന്ദാബാദ് സൂചനയാണ് 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 ഈ സമരം സൂചനയാണ് ഈ സമരം. ഇതിനെതിരെ നാട്ടുകാർ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാർ പഴേരി ഉദ്ഘാടനം ചെയ്തു. ഈ ആനുകാലിക കാലഘട്ടത്തിൽ എന്ത് ഇടപാടുകളുണ്ടെങ്കിലും, എന്ത് സാമ്പത്തിക ഇടപാടുകളുണ്ടെങ്കിലും അത് ബാങ്കിംഗ് സമ്പ്രദായത്തിലൂടെ മാത്രമേ നടത്താവൂ എന്ന് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ദൈനംദിനം പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശത്ത് നമുക്കറിയാം, രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ദിവസേന നൂറുകണക്കിന് ആളുകൾ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരുന്ന ഒരു വലിയ പ്രദേശമാണ് നമ്മുടെ നിലകൊള്ളുന്ന പൈങ്കുളം എന്ന് നമുക്കറിയാം. ആ പ്രദേശത്ത് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് തന്നെ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു മനോരോഗ ചികിത്സാ കേന്ദ്രമായി അറിയപ്പെടുന്ന പ്രിയപ്പെട്ട നമ്മളെല്ലാം വളരെയേറെ സ്നേഹിക്കുന്ന SH ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് അവരുടെ സാമ്പത്തിക ഇടപാടുകൾ, ചികിത്സയുമായി ബന്ധപ്പെട്ടും മറ്റും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു ധനകാര്യ സ്ഥാപനമാണ് ഈ ബാങ്കിൻ്റെ ശാഖയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ സ്വാഗതപ്രാസിംഗൻ പറഞ്ഞതുപോലെ നമുക്കറിയാം, കുമാരമംഗലം പഞ്ചായത്ത് കാർഷിക മേഖലയിൽ വളരെയേറെ മുന്നേറ്റം നിൽക്കുന്ന ഒരു പ്രദേശമാണ് മൈലക്കൊമ്പ്, പൈങ്കുളം പ്രദേശങ്ങൾ. ഈ പ്രദേശത്തുള്ള കർഷകരുടെ സാമ്പത്തിക ഇടപാടുകൾ, അവരുടെ വിവിധ സബ്സിഡികൾ അടക്കമുള്ള ഈ പ്രദേശത്ത്. വാർഡ് മെമ്പർ ഉഷ രാജശേഖരൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് വഴുതലക്കാട്ട്, സിന്ധുകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസ് കീരിയാട്ട്, SH ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോസി, ബ്ലെയ്സി G വാഴയിൽ, മദർ ആൻഡ് ഫൗണ്ടേഷൻ സെക്രട്ടറി ജോഷി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന്റെ ഭാഗമായി 100 കണക്കിന് ആളുകൾ ഒപ്പിട്ട നിവേദനം ബാങ്ക് റീജിയണൽ ഓഫീസിലേക്ക് കൊടുക്കുവാനും തീരുമാനിച്ചു. ചിന്നക്കനാൽ പഞ്ചായത്തിലെ പെരിയ കനാൽ ലോവർ ഡിവിഷനിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം 2 വീടുകൾ കത്തി നശിച്ചു.
ടാറ്റ ടി എസ്റ്റേറ്റിലെ 39 നമ്പർ ലൈൻസിലെ വീടുകളാണ് കത്തിനശിച്ചത്. തേയിലത്തോട്ടം തൊഴിലാളികളായ പവൻരാജ്, സെൽവരാജ് എന്നിവരുടെ വീടുകളാണ് കത്തിനശിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിക്കാണ് അപകടം. പവൻരാജിന്റെ വീട് പൂർണ്ണമായും കത്തിനശിച്ചു. സെൽവരാജിന്റെ വീട് ഭാഗികമായും. പകൽ 2 മണി മുതൽ ഈ മേഖലയിൽ വൈദ്യുതി മുടക്കമായിരുന്നു. തുടർന്ന് വൈകിട്ട് 7 മണിയോടുകൂടി ശക്തമായ മഴ പെയ്തിരുന്നു. വൈദ്യുതി എത്തിയപ്പോൾ ഷോർട്ട് സർക്യൂട്ട് മൂലം വീടിന് തീ പിടിക്കുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന പവൻരാജിന്റെ ഭാര്യ ജയചിത്രയും മക്കളുമാണ് വീട്ടിൽ തീ പടരുന്നത് കണ്ടത്. ജയചിത്ര മക്കളെ കൂട്ടി പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയത് മൂലം വൻ അപകടം ഒഴിവായി. മക്കളെ രക്ഷിക്കുന്നതിനിടയിൽ ഇവരുടെ കൈക്ക് പൊള്ളലേറ്റു. തീ പടർന്നു കണ്ട് ഓടിക്കൂടിയ തോട്ടം തൊഴിലാളികളും സമീപവാസികളും ചേർന്നാണ് തീ അണച്ചത്. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൂടെയാണ് പ്രദേശവാസികൾ തീ അണച്ചത്. പവൻരാജിന്റെ 5 പവൻ സ്വർണവും 25,000 രൂപയും വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും ആധാർ കാർഡ്, റേഷൻ കാർഡ്, മക്കളായ വിഘ്നേഷ്, സ്നേഹ, വിഷ്ണു എന്നിവരുടെ പഠനോപകരണങ്ങളും കത്തിനശിച്ചു. ഉടുത്തുമാറുവാൻ പോലും വസ്ത്രങ്ങളില്ലാത്ത അവസ്ഥയിലാണ് പവൻരാജും കുടുംബവും. கரண்ட் நேற்று 2:30 மணிக்கு போன கரண்ட் 7 மணி தான் வந்துச்சு. வரும்போது சுவிட்செல்லாம் ஆஃப் பண்ணி போட்டிருந்தாங்க. அப்போ என் பையனை மட்டும்தான் வீட்டில் இருந்தது. நாங்கள் ஃபங்க்ஷன் வீட்டுக்கு போயிருந்தோம். அப்போ பார்க்கும்போது இந்த பிள்ளை சுவிட்ச் போட லைன் ஸ்பார்க் ஆயிடுச்சு. ஸ்பார்க் ஆனோடனே துணியில் பிடிச்சி மொத்தம் எரிஞ்சிச்சு. ஆனால் ஊருக்காரங்க இல்லைன்னா இதை எங்களால் நிப்பாட்டிக்க முடியாது. ஊருக்காரங்க ஒரு வீட்டில் கூட யாருமே இல்லை. ஊருக்காரங்களுக்கு தான் நன்றி சொல்லணும். இந்த நாங்கள் போட்டிருக்க துணி மட்டும்தான் எங்களுக்கு சொந்தமாக இருக்குது. இப்போதைக்கு எல்லா பொருள் பைசா எல்லாமே போச்சு. வேற ஒன்றுமே இல்லை. இதுக்கு மேலே நாங்கள் சொல்கிறதுக்கு ஒன்றுமே இல்லை. ஊருக்காரங்க இல்லைன்னா இன்றைக்கி இந்த ലയമേ ഇല്ല. മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയെങ്കിലും വീതി കുറഞ്ഞ ചെങ്കുത്തായ ഇറക്കവും വളവുകളും കാരണം ഫയർഫോഴ്സിന് ലയങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. കാലപ്പഴക്കം മൂലം ജീർണിച്ച കെട്ടിടങ്ങളിലാണ് തൊഴിലാളികൾ കഴിയുന്നത്. 1956 നിർമ്മിച്ച കെട്ടിടങ്ങളിലാണ് ഇവർ ഇപ്പോഴും കഴിയുന്നത്. അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ലയങ്ങളുള്ളത്. പഞ്ചായത്ത് അധികൃതർ, കമ്പനി ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അനധികൃത കച്ചവടത്തിനെതിരെ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ മേഖലയിലെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സമരപരിപാടികൾ തീരുമാനിക്കുന്നതിനുമായി തിങ്കളാഴ്ച വൈകിട്ട് 8 മണിക്ക് വ്യാപാര ഭവനിൽ യോഗം ചേരുമെന്ന് ജനറൽ സെക്രട്ടറി ജോസ് എവർഷൈൻ അറിയിച്ചു. കരിമണ്ണൂർ ഫെഡറൽ ബാങ്കിന് സമീപം വാഹന അപകടം. നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ടിരുന്ന ബൈക്കിലിടിച്ചു. ബൈക്കിന് സമീപം നിൽക്കുകയായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. ഇവരെ കരിമണ്ണൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷുവിന് വിഷുക്കണിയായി വിഷരഹിത പഴം, പച്ചക്കറി വിപണന കേന്ദ്രങ്ങൾ ആരംഭിച്ച് കേര കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം രാജാക്കാട്ടിൽ നടന്നു. വൈദ്യുത വകുപ്പ് മന്ത്രി എം മണി ഉദ്ഘാടനം ചെയ്തു. വിഷു വിപണിയെ ലക്ഷ്യം വെച്ച് തമിഴ്നാട് മൊത്തക്കച്ചവടക്കാർ പച്ചക്കറി വില കുത്തനെ ഉയർത്തുകയും ചെയ്ത സാഹചര്യത്തിൽ വിപണിയിൽ വില നിയന്ത്രിക്കുന്നതിനും കൂടാതെ വിഷരഹിതമായ പഴങ്ങളും പച്ചക്കറികളും ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്ത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിഷുക്കണി 2017 എന്ന പച്ചക്കറി വിപണികൾ ആരംഭിച്ചത്. ഇതിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം രാജാക്കാട്ടിൽ നടന്നു. വൈദ്യുത വകുപ്പ് മന്ത്രി എം മണി ഉദ്ഘാടനം നിർവഹിച്ചു. അമിതമായി വില ഉയർന്ന സാഹചര്യത്തിൽ വിപണിയിൽ ഇടപെടുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരം വിപണികൾ ആരംഭിക്കുന്നതിന് തീരുമാനമെടുത്തതെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ മാർക്കറ്റിൽ ഇടപെടാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നതിന്റെ ഭാഗമായി വില പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള വളരെ വിപുലമായ ഇതേപോലുള്ള ചന്തകളാണ് കേരളത്തിൽ ഉടനീളം ആരംഭിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പൊതുവിതരണ കേന്ദ്രം തന്നെ വലിയ മുൻകൈയെടുത്താണ് സംസ്ഥാനത്തുടനീളം ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ദിര ശശികുമാർ ആദ്യ വിൽപ്പന നടത്തി. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇൻചാർജ് ഷാജൻ തോമസ്, നെടുങ്കണ്ടം കൃഷി അസിസ്റ്റന്റ് പ്രിൻസ് മാത്യു, രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി പനച്ചിക്കൽ, രാജാക്കാട് കൃഷി ഓഫീസർ EK ഷാജി, മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, ബഹുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പൈനാവ് 56 കോളനിയിൽ SC/ST ഫണ്ട് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി ആക്ഷേപം. 2016-17 സാമ്പത്തിക വർഷത്തിൽ പിന്നോക്ക വിഭാഗക്കാർ താമസിക്കുന്ന കോളനിയിലേക്കുള്ള പാലം പണിക്കായി അനുവദിച്ച തുകയാണ് അട്ടിമറിച്ചതായി ആരോപിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് KPMS പ്രക്ഷോഭത്തിലേക്ക്.
പൈനാവ് 56 കോളനിയിൽ നിന്നും കല്ലേമാടം ആദിവാസി കുടിയിലേക്കുള്ള പാതയിലാണ് ഈ പാലം. കഴിഞ്ഞ 30 വർഷമായി ഇതുവഴിയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. മഴക്കാലങ്ങളിൽ നിറഞ്ഞൊഴുകുന്ന തോട്ടിൽ വീതി കുറഞ്ഞ പാലത്തിലൂടെ കുട്ടികളുടെ യാത്ര സാഹസികമാണ്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട 7 കുടുംബങ്ങളാണ് ഈ പാലത്തിൻ്റെ ആവശ്യക്കാർ. ഇവിടെ പാലം നിർമ്മിക്കുവാനായി SC ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഈ ഫണ്ട് ഇവിടെ നിന്നും 200 മീറ്റർ താഴെ മറ്റൊരു വഴിയിൽ പാലം നിർമ്മിക്കുവാൻ വകമാറ്റിയിരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. 30 വർഷത്തോളമായി ഞങ്ങൾ സ്ഥിരമായി നടക്കുന്ന വഴിയാണിത്. 30 വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു തടിപ്പാലമായിരുന്നു. അതിനുശേഷം ഒരു പഞ്ചായത്തിൻ്റെ ഫണ്ട് ബ്ലോക്കിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ നടപ്പാലം പണിത് തന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ മുമ്പത്തെ വേനൽ മഴയിൽ ഈ പാലം നഷ്ടപ്പെട്ടു പോയപ്പം ശ്രമദാനമായിട്ടും പഞ്ചായത്തിന് ഒരു 10,000 രൂപ തന്ന് ഈ പാലം ഒന്ന് പുതുക്കി വെച്ചിട്ടുണ്ട്. ഒരു മെയിൻ്റനൻസ് പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ പാലത്തിൽ നിന്ന് 2 പ്രാവശ്യം സ്കൂൾ കുട്ടികൾ താഴെ പോയിട്ടുണ്ട്. മഴക്കാലമാകുമ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ വെള്ളം കവിഞ്ഞൊഴുകി പോകുന്നതാണ്. ഈ പാലം ഇവിടെ പണിതെങ്കിൽ മാത്രമേ പട്ടികജാതിക്കാരാവുന്ന ഞങ്ങൾക്ക് പ്രയോജനമുള്ളൂ. അതല്ല ഈ പാലം താഴത്തേക്ക് മാറ്റി പണിതാൽ 7 പട്ടികജാതിക്കാരാവുന്ന ഞങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനം കിട്ടുന്നില്ല. ഈ ഭാഗത്തേക്ക് തൊട്ടപ്പുറത്തൊരു ആദിവാസി കോളനിയുണ്ട്, സങ്കേതമുണ്ട്. ഈ പാലം പണിത് ഇതുവഴി റോഡുകൾ പോയി കഴിഞ്ഞാൽ ആദിവാസി സങ്കേതത്തിലേക്ക് ഈ യഥേഷ്ടം ഈ ആളുകൾ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ല, ഇത് കുറേ രാഷ്ട്രീയ തീരുമാനവും ചില രാഷ്ട്രീയക്കാരെ സഹായിക്കാൻ വേണ്ടി ഈ 13-ാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ എടുത്തിരിക്കുന്ന തീരുമാനമാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ 30 വർഷമായി ഈ കോളനിയിൽ, ഇത് 56 കോളനിയിൽ ഈ പാലം പണി നടന്നില്ല എങ്കിൽ KPMSൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ ഒരു സമര പരിപാടികൾക്ക് സഭ നേതൃത്വം കൊടുക്കും. കേവലം 2 കുടുംബങ്ങളെ സഹായിക്കുവാനാണ് തുക മാറ്റുന്നുവെന്നാണ് KPMS പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇത് തുടർന്നാൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് KPMS സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. രാജമല ദേശീയ ഉദ്യാനം വീണ്ടും സന്ദർശകർക്കായി തുറന്നു. ഫെബ്രുവരി ആദ്യവാരമായിരുന്നു വരയാടുകളുടെ പ്രജനനകാലത്തോടനുബന്ധിച്ച് ഉദ്യാനം താൽക്കാലികമായി അടച്ചത്. ഇത്തവണ 93 വരയാട്ടിൻകുട്ടികൾ രാജമലയിൽ പിറന്നുവെന്നാണ് കണക്ക്. കഴിഞ്ഞ തവണ 74 വരയാട്ടിൻകുട്ടികളായിരുന്നു ഉദ്യാനത്തിൽ പിറന്നത്. ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ ദേശീയ ഉദ്യാനമായ രാജമലയിൽ വരയാടുകളുടെ പ്രജനനകാലമാകുന്നതോടെ അടച്ചിടുന്നത് പതിവാണ്. ഇത്തവണയും ഇതിനു മുന്നോടിയായി രാജമല അടച്ചിട്ടിരുന്നു. ഇതിനുശേഷം വരയാടുകളുടെ കുഞ്ഞുങ്ങൾ പിറന്ന് കണക്കെടുപ്പ് പൂർത്തിയായതിനു ശേഷമാണ് രാജമലയിലേക്ക് സന്ദർശകർക്ക് താൽക്കാലികമായി ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് എടുത്തുമാറ്റിയത്. രാജമലയിൽ സന്ദർശകർ എത്തുന്നത് ഏറെ ആകർഷകമായ വരയാടുകളെ കാണുന്നതിനാണ്. അതുകൊണ്ട് തന്നെ വിലക്ക് മാറ്റിയതിനു ശേഷം ആദ്യ ദിവസം തന്നെ വിദേശീയരടക്കമുള്ള 100 കണക്കിന് സഞ്ചാരികളാണ് രാജമലയിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നോമ്പുകാലത്തിലൂടെ BBC-യുടെ കാൽവരിയുടെ സന്ദേശമാണ് ഇനി. പെസഹായുടെ അപ്പം മുറിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. യേശുമിശിഹായുടെ അന്ത്യത്താഴത്തിൻ്റെ ആവിഷ്കാരവും ഓർമ്മയുമാണ് പെസഹ. ഈശോ നമുക്കായി പകുത്തു നൽകിയ ദിനത്തിൻ്റെ പുണ്യോർമ്മ. ഒരു ചിന്ത, ദ ലാസ്റ്റ് സപ്പർ വൺസ് അഗെയിൻ, അവസാന അത്താഴം ഒരിക്കൽ കൂടി. കഥ ഇങ്ങനെയാണ്. യേശുമിശിഹ തൻ്റെ അത്താഴത്തിൻ്റെ ദിനം ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ആഗ്രഹിച്ചു. ഈ മാറിയ നൂറ്റാണ്ടിൽ വിസ്തൃതമായ വളർന്ന സഭയുടെ എല്ലാ പശ്ചാത്തലവും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ചു ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് ഒരു അത്താഴം ഉണ്ണുവാൻ, ദ ലാസ്റ്റ് സപ്പർ വൺസ് അഗെയിൻ. അദ്ദേഹം പത്രോസിനെ വിളിച്ചു, ശിഷ്യന്മാരെ വിളിച്ചു. എല്ലാവരും ബിസിയാണ്, തിരക്കാണ്. പക്ഷെ നിർബന്ധിച്ചു, വരണം, എൻ്റെ അവസാനത്തെ അത്താഴം ഒരിക്കൽ കൂടി ഉണ്ണുവാൻ, ദ ലാസ്റ്റ് സപ്പർ വൺസ് അഗെയിൻ. ശിഷ്യന്മാർ പറഞ്ഞു, എല്ലാവരും വരാം. കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുവാനായിട്ട് യുദാസിനെ ഏൽപ്പിക്കുക. യുദാസിന് പണിയൊന്നുമില്ല. പണ്ടേ തന്നെ ഒറ്റിക്കൊടുക്കപ്പെട്ടവനെന്നതിൻ്റെ പേര് കിട്ടിപ്പോയതിനാൽ ആരും അയാളെ കൂടെ കൂട്ടാറുമില്ല. ഏതായാലും കർത്താവ് യുദാസിനെ വിളിച്ചു. യുദാസ് എല്ലാം അറേഞ്ച് ചെയ്തു. ചെറിയ ഊട്ടുശാലയ്ക്ക് പകരം ശിഷ്യന്മാരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് വലിയ ഹോട്ടൽ തന്നെ അദ്ദേഹം ബുക്ക് ചെയ്തു. മാറിയ നൂറ്റാണ്ടിൽ അപ്പത്തിനും മിഞ്ഞിനും പകരം വിഭവസമൃദ്ധമായ സദ്യയും അദ്ദേഹം ഓർഡർ ചെയ്തു. കാരണം പലവിധ രോഗങ്ങൾ കൊണ്ട് അസ്വസ്ഥരാണ് ഇന്നത്തെ കർത്താവിൻ്റെ ശിഷ്യന്മാർ. സമയമായി, കർത്താവ് നേരത്തെ എത്തി. യുദാസും വന്നു. മറ്റാരും എത്തിയില്ല. കർത്താവ് ചോദിച്ചു, എന്തേ ശിഷ്യന്മാർ വരാൻ താമസിക്കുന്നു? യുദാസ് പറഞ്ഞു, പണ്ടത്തെ പോലെയല്ല, ശിഷ്യന്മാർക്ക് ഒത്തിരി തിരക്കിലാണ്, പല പല ബിസിനസ്സുകളാണ്. യാക്കോബ് യോഹന്നാനും പണ്ട് മീൻപിടുത്തക്കാരായിരുന്നു, ഇന്ന് അവർ ചെമ്മീൻ എക്സ്പോർട്ടേഴ്സാണ്. തോമ പണ്ട് പള്ളി പണിയുന്നവനായിരുന്നു, ഇന്ന് തോമ വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണ കമ്പനിയുടെ ഉടമസ്ഥനാണ്. മത്തായി ചുങ്കുപിരിക്കുന്ന ആളായിരുന്നു,
അദ്ദേഹം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൈയാളുന്നയാളാണ്. അങ്ങനെ ശിഷ്യന്മാരെല്ലാവരും പലവിധ പ്രവൃത്തികളുടെ തിരക്കിലാണ്. അപ്പോൾ വരാൻ താമസിക്കും. ഏതായാലും രാത്രിയാമങ്ങൾ അധികമായി. അവസാനം ശിഷ്യന്മാർ ഓരോരുത്തരെ വന്നു തുടങ്ങി. വന്നവരൊക്കെ ബിസിയാണ്. വരണം, പോകണം, തിരക്കാൻ. കർത്താവ് പറഞ്ഞു, കഴിക്കാം, സംസാരിക്കാം. ആർക്കും സമയമില്ല. അവസാനം ഓരോരുത്തർ സ്വന്തം ഭക്ഷണം തേടി മേശപ്പുറത്ത് വെപ്രാളമായി. അതുപോലെ ഭക്ഷണത്തിന് വേണ്ടി ആൾക്കാർ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. എന്തേ ഈ ആർത്തി? കർത്താവ് അതിശയമായി. കർത്താവ് പറഞ്ഞു, നിർത്തുക. ഇനി എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. അത്രമാത്രം വേദനയോടെ അവൻ പറഞ്ഞു, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് താൻ അനുഷ്ഠിച്ചു പോകുന്ന അന്ത്യത്താഴത്തിൻ്റെ പരിശുദ്ധി കളഞ്ഞ് നാം ഇത് ജീവിക്കുകയാണ്. ഒരേ ഒരു കാര്യം മാത്രം പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ ഈ പെസഹാ ദിനത്തിൽ ഒരത്താഴം ഉണ്ണുവാൻ ഒരിക്കൽ കൂടി കർത്താവ് വീണ്ടും വന്നാൽ, എൻ്റെ അത്താഴമുറിയിൽ അവൻ വീണ്ടും വന്നാൽ എന്തായിരിക്കും എൻ്റെ പാപം? ബിസിനസ് വാർത്തകൾ. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ റെസ്റ്റ് ഹൗസിന് എതിർവശത്തായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരം ഗായത്രി സുരേഷ് നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബിയ ജബാർ, വാർഡ് കൗൺസിലർ ഗോപാലകൃഷ്ണൻ, വ്യാപാരി വ്യവസായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാരിൽ കൃഷ്ണൻ നായർ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വേണു EAP എന്നിവർ സന്നിഹിതരായിരുന്നു. ചരമവാർത്തകൾ. ഇടവെട്ടി ഞാറക്കുളത്ത് NV മാത്യു നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് ആലക്കോട് മീൻമുട്ടി സെന്റ് തോമസ് മൂർ പള്ളിയിൽ. കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹൈസ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്. ഭാര്യ ത്രേസ്യാമ്മ അറക്കുളം പുതിയാമ്പറമ്പിൽ കുടുംബാംഗമാണ്. മക്കൾ ജെയ്മി മാത്യു, സോജ, ജിൻസി. മരുമക്കൾ ടെസി കാട്ടാംകോട്ടിൽ, സിജോ റാത്തപ്പള്ളിൽ, സാലസ് ലാലിപ്പള്ളിൽ. ചെറുതോണി ടൗണിലെ അമ്പിളി ഓട്ടോ ഇലക്ട്രിക്കൽസ് ഉടമ താന്നിക്കുന്നേൽ TM ശിവൻ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 10-ന് മൂവാറ്റുപുഴ മുതുകല്ല് കാക്കുറിച്ചിയിലെ മകളുടെ വസതിയിൽ. ഭാര്യ പെരുമ്പല്ലൂർ ബ്ലായിൽ വത്സല. മക്കൾ അമ്പിളി അജിത റാണി. മരുമക്കൾ കോട്ടപ്പടി പള്ളത്തുപറമ്പിൽ മണി, കാക്കുച്ചിറ പാലമല പുത്തൻപുരയിൽ ദിലീപ് കുമാർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2780 രൂപ, വെള്ളി ഗ്രാമിന് 44 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 145 രൂപ, RSS 5 കിലോഗ്രാമിന് 141 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുന്നു. ദുഃഖ വെള്ളിയാഴ്ച വിവിധ കേന്ദ്രങ്ങളിൽ കുരിശിന്റെ വഴി നടക്കും. വീണ്ടും ഒരു വിഷു വന്നെത്തി. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി വിഷുക്കണിയുമായി മലയാളികൾ. വണ്ണപ്പുറത്ത് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനും പാർട്ടി പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനുമെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വിരുദ്ധ നിലപാടിലും കയ്യേറ്റക്കാരെയും റിയൽ എസ്റ്റേറ്റ് മാഫികളെയും സംരക്ഷിക്കുന്നതിലും പ്രതിഷേധിച്ച് CPMൽ നിന്നും CATയിൽ നിന്നും രാജിവെക്കുന്നതായി പെമ്പിളെ ഒരുമ മുൻ നേതാവ് ഗോമതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.